സ്വാമി ഇവിടെ ഇരുന്നാലും സ്വാമി. ചട്ടമ്പി സ്വാമികളെ, ചട്ടമ്പിക്കൊപ്പം സഞ്ചരിക്കാനാണ് എന്നും ഇഷ്ടം. എത്ര മലകൾ ചുറ്റിപ്പോയാലും തമ്മിൽ കാണാതെ പോയാലും സംഗമിക്കും നാം പുണ്യപ്രയാഗകളിൽ. എല്ലാ പ്രവാഹങ്ങളും മോക്ഷസാഗരത്തോളം. പകൽ സ്വപ്നമല്ലല്ലോ. ദീർഘനാളായതുകൊണ്ടാവാം കണ്ണുകളുടെ ഒരു സന്ദേഹം. പ്രവൃത്തിയാരുദ്യോഗമുണ്ടോ ഈയിടെ? പ്രവൃത്തിയുണ്ട്, ആരില്ല. ലോകത്തോളം വളർന്നിട്ടും പഴയ നാണു തന്നെ, ഒരു മാറ്റവും ഇല്ല. വളർച്ചയും തളർച്ചയും ഒക്കെ വെറും തോന്നലല്ലേ? ചിതൽപുറ്റുപോലെ ഒരു സ്പർശം മതി പൊടിയാൻ. പിള്ളത്തടം, പുലിപ്പാറ ഗുഹ, അയ്യാഗുരു. കിടന്നുകൊണ്ട് തന്നെ അവിടെയൊക്കെ എത്തും. എപ്പോഴും പറയാനേ നേരമുള്ളൂ. നമുക്കെന്നും കുഞ്ഞനൊരു ചിറകായിരുന്നു. തളരുമ്പോ തണലായി, ദാഹിക്കുമ്പോ തീർത്ഥമായി. കർമ്മങ്ങളുടെ മലയെടുത്ത് പറക്കുമ്പോ കവിതയുടെ ഔഷധം വെടിഞ്ഞില്ല നാണു. ശിവശതകവും പിണ്ടനന്ദിയും മാത്രം മതിയല്ലോ നാണു ദൈവസ്പർശത്തിന്. ശിവഗിരി സ്കൂളിന് പണം പിരിക്കാൻ പോകുമ്പോഴാ കാര്യം അറിയുന്നത്. നേരെ ഇങ്ങി പോകുന്നു. സംഗീതവും കൂടെ ഉണ്ടല്ലോ. നല്ലൊരു പാട്ട് കേട്ടിട്ട് കാലം കുറയായി. ഒന്ന് പാടാമോ? ഓ, പാടാ സ്വാമി. പക്ഷെ ഉപകരണങ്ങളൊന്നുമില്ല. അതിന് വിഷമമില്ല, ഉടൻ സംഘടിപ്പിക്കാം. ഗോവർദ്ധന ഗിരീശം സ്മരാമി അനിശം. ഗോവർദ്ധന ഗിരീശം സ്മരാമി അനിശം. ഗോവർദ്ധന ഗിരീശം സ്മരാമി അനിശം. ഗോവർദ്ധന ഗിരീശം സ്മരാമി അനിശം. ഗോപികാതി മനോഹരം ഗർവിതകം സാദിഹരം. ഗോവർദ്ധന ഗിരീശം സ്മരാമി അനിശം. ഗോപികാതി മനോഹരം ഗർവിതകം സാദിഹരം. ഗോവർദ്ധന ഗിരീശം സ്മരാമി.
നാണുവിനെയും കണ്ടു, ആത്മസംഗീതവും കേട്ടു. തൃപ്തിയായി, തൃപ്തിയായി. ഈ അപൂർവ നിമിഷം പകർത്തിക്കോട്ടെ സ്വാമി. അപൂർവ നിമിഷമാണ്, പകർത്താം. ഇരുന്നോളൂ. സംഗീതം ഇരിക്കൂ. സ്വാമി കുറച്ചിങ്ങോട്ട്. ആ മതി, കുറച്ചുകൂടെ. ആ ഓക്കെ മതി. നേരെ നോക്കിയേ. സ്മൈൽ. റെഡി. ഓക്കെ. ഗുരു എല്ലാ കാലത്തും ഊർജ്ജസ്വലനായിരുന്നു അല്ലേ? മഹാത്മാക്കൾക്കും സന്യാസിമാർക്കും അങ്ങനെയാണ് ജീവിതചക്രം. അഗ്നിയിൽ നീറിയൊടുങ്ങും വരെ ഒരേപോലെ ശോഭിക്കുന്നു. ഞാൻ പലതിലും നോക്കി. പ്രായം ചേരുംതോറും ഗുരു കൂടുതൽ ശോഭിച്ചു അല്ലേ? ഗുരുവിന്റെ ഗുണങ്ങളും തേജസ്സും ഒന്നിനൊന്ന് വർദ്ധിച്ചു വന്നു. രോഗാവസ്ഥയെപ്പോലും അനുകമ്പയുടെ മൂർത്തിയായിരുന്നു അദ്ദേഹം. ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സമാധിയോളവും മധ്യാഹ്ന സൂര്യൻ തന്നെയായിരുന്നു ഗുരു. ഇതുവരെ അറിഞ്ഞതിനും അപ്പുറമാണ് ഗുരു. ഒരു പർവ്വതത്തിന്റെ ഒരു ദിക്കിൽ നിന്നുള്ള ദർശനം പോലും ആയില്ല. പരിക്രമണം പൂർത്തിയാകണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ വേണ്ടിവരും. ശരിയാണ്. ഗുരുവിനെ പറ്റി കുറച്ചു അറിഞ്ഞുള്ളൂ. ഇനിയും എത്രയോ ദൂരം ബാക്കി. അത് സാരമില്ല. ബാക്കിയുള്ളത് ആത്മാന്വേഷണം കൊണ്ട് പൂർത്തിയാക്കുക. We'll try. വൈദിക മഠം, ദി ഹെവൻലി അബോർഡ് ഓഫ് മഹാഗുരു. ബൃഹദാകാശത്തൊടു തൊട്ടു നിൽക്കുമോർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം
അഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. മഹാഗുരു മഹാഗുരു. വൈദിക മഠം എത്രയോ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ വരാന്ത. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ, CF ആൻഡ്രൂസ്, മൂർക്കോത്ത് കുമാരൻ, അയ്യങ്കാളി, ബോധാനന്ദ സ്വാമികൾ, CV കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, അങ്ങനെ എത്രയോ മഹാരഥന്മാർ ഗുരുദർശനത്തിനായി കാത്തുനിന്ന വാതിൽ. I'm very lucky to be here. പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവിടെ പതിവായപ്പോ ഇടയ്ക്ക് വിട്ടുപോവും. ഗുരു എന്ന ആത്മസൂര്യന് ഒരിക്കലും അസ്തമനമില്ല. അമരത്വം മാത്രമാണ് ആ തേജസ്വരൂപിനുള്ളത്. അറിവ് അഗ്നിയാണ്. കഠിന തപസ്സിലൂടെ ആർജിച്ച ജ്ഞാനാഗ്നി ഒരു സമൂഹത്തിന് പകരാൻ തുടങ്ങുമ്പോൾ അത് ആളിക്കത്തും. പിന്നെ ജ്ഞാനസ്വരൂപിന് അസ്തമനമില്ല. ഓരോ ദിനവും പുതിയ പുതിയ മനസ്സുകളിൽ ഉദയം മാത്രം. 1000 കിരണങ്ങൾ പൊഴിച്ച് ആത്മപ്രഭാവവും ഊർജവും നൽകുന്ന ആത്മസൂര്യോദയം. ജ്ഞാനസ്വരൂപിന് അസ്തമനമില്ല. ഓരോ ദിനവും പുതിയ പുതിയ മനസ്സുകളിൽ ഉദയം മാത്രം. 1000 കിരണങ്ങൾ പൊഴിച്ച് ആത്മപ്രഭാവവും ഊർജവും നൽകുന്ന ആത്മസൂര്യോദയം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ. നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകതകൾ? ഇവിടുത്തെ ആചാരങ്ങളെല്ലാം ബഹുകേമ. മറ്റൊരിടത്തും ഇതുപോലെ ഇല്ലെന്നാ ചൊല്ലു. എന്താണ് വലിയ വിശേഷം? ശിവകാളി പൂജയാണ് പ്രധാനം. രാത്രിയാവുമ്പോൾ ഗുരുതിക്കായി 100 കണക്കിന് ആടുകളെ കൊണ്ടുവരും. ആടുകൾ മാത്രമേ ഉള്ളോ? അല്ല, കോഴികളും ഉണ്ടാവും. കഷ്ടമാണ്. മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ആചാരം വല്ലതും ഉണ്ടോ? അപ്പൊ ഇതൊന്നും അറിയില്ലേ? നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വന്നതാ? ഞാന് അല്പം ദൂരെയുള്ള ആളാ. ഉത്സവം കാണാൻ വന്നതായിരിക്കും. ഇവിടത്തെ ആചാരങ്ങൾ ബഹുവിശേഷമാണെന്ന് കേട്ട് വന്നതാ. രാത്രിയാവുമ്പോ യക്ഷി അട്ടഹാസത്തോടെ വരും. യഥാർത്ഥ യക്ഷിയാണോ? യക്ഷിയെ ആവാഹിച്ചൊരു സ്ത്രീ. അവർക്ക് ബോധമുണ്ടാവില്ല. അലറി വിളിക്കും. പിന്നെയാണ് കുരുതി.
കുരുതി കൊടുക്കുന്ന ജീവികളുടെ നിലവിളി. യക്ഷിയുടെ അലർച്ചയും വാദ്യമേളങ്ങളും ആവുമ്പോ അത് ആര് കേൾക്കാൻ? കാണികൾ ഒരു ഉന്മാദത്തിലായിരിക്കും. യക്ഷി വരാൻ നേരമായി. ഇപ്പൊ വന്ന അടുത്ത് നിന്ന് കാണാം. അടുത്ത് നിന്ന് എന്നെ കാണണം, എങ്കിലേ കാര്യം നടക്കും. ദേ, യക്ഷി വന്നു. ദേ, യക്ഷി വന്നു. നിർത്ത്. മാറിക്കേ, ഇല്ലെങ്കിൽ മാറാനല്ല വന്നത്. നീ മാറിപ്പോയ്ക്കോ, അല്ലെങ്കിൽ മേലാൽ ഇവിടെ വരരുത്. യക്ഷി പോയി, എന്നേക്കുമായി ഇനി വരില്ല. സ്വാമി, കാളികളുടെയും യക്ഷികളുടെയും പേരിൽ ഇനി മിണ്ടാപ്രാണികളെ കുരുതി കൊടുക്കരുത്. ഒരു ജീവികളെയും കൊല്ലരുത്. ദൈവങ്ങൾ പോർക്കില്ല.